Hi all, especially team leads. This video is for you. Is managing your team a stress for you? നിങ്ങളൊരു ലീഡറാണല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഓഫീസിലൊരു ടീമിനെ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഫഷണലാണോ എന്നുള്ളതാണ്. ശരിക്കും തലവേദനയാണല്ലേ? എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എന്താകും ഓഫീസിൽ നടക്കുക എന്ന ആശങ്കയിലായിരിക്കും നിങ്ങൾ. കാരണം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെയാണ്. പ്ലാനിംഗ് മുതൽ ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ വരെ നിങ്ങൾ നോക്കണം അല്ലേ? അതിനിടയ്ക്ക് നമ്മുടെ ടീം നന്നായി പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ തീർന്നു. നമുക്ക് മുകളിലുള്ളവരുടെ ശകാരവും കുറ്റപ്പെടുത്തലുകളും കൂടിയാകുമ്പോൾ പിന്നെ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ഈ സമ്മർദ്ദം കൂടുതൽ കാലം ഉള്ളിൽ കിടന്ന് ബേൺ ഔട്ടായി മാറുകയും നിങ്ങളുടെ മാനസികാരോഗ്യത്തിൽ ഗുരുതരമായ പ്രശ്നമാണ് സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. കൂടുതലും ഇങ്ങനെ ജോലിയിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദവും ബേൺ ഔട്ടും നമ്മിൽ പ്രതിഫലിക്കുന്നത് വൈകാരികമായും ശാരീരികമായും ക്ഷീണമായും ജോലിയോടുള്ള താല്പര്യക്കുറവായും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളായും ജീവിതത്തിൽ വിരസത തോന്നുക എന്നിങ്ങനെയായിരിക്കും. അത് ജോലിയോടുള്ള നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കുകയും ചിലപ്പോൾ ജോലിക്ക് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ പോയാൽ നിങ്ങളെപ്പോലെ മിടുക്കരായ ഒരാളുടെ ഭാവി ഇല്ലാതെയാകും. ഇതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള ചില വഴികൾ ഞാൻ പറയാം. മാനേജർ തന്നെ എല്ലാ ജോലികളും ചെയ്യണമെന്നില്ല. പകരം ജോലികളെ കൃത്യമായി ടീം മെമ്പേഴ്സിന് ഡെലിഗേറ്റ് ചെയ്യുക. ഡെലിഗേഷൻ ഈസ് ആൻ ആർട്ട്. സൗഹൃദപരമായ അന്തരീക്ഷം ജോലിസ്ഥലത്ത് വളർത്തിയെടുക്കുക. അതായത് ഒരു പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്പ്. ഔദ്യോഗിക ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും ഇടയ്ക്ക് വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. ബൗണ്ടറി സെറ്റിംഗ്. റെഗുലറായി സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക. ഉദാഹരണത്തിന് എക്സസൈസ്, നല്ല ഉറക്കം, വിനോദങ്ങൾ, യോഗ മുതലായവ. ശ്രദ്ധയോടുകൂടി സമയം കൈകാര്യം ചെയ്യുക. നിങ്ങളെ സ്വയം വിശകലനം ചെയ്യുകയും ആവശ്യമായ മാറ്റങ്ങൾ ജീവിത രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുക. നിങ്ങളുടെ ലീഡർഷിപ്പിൽ തന്നെ നല്ല ഡിസ്കഷൻസും അതുപോലെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചില ഹാബിറ്റ്സും കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയായി തീരുമ്പോൾ നിങ്ങൾക്ക് തന്നെ സഹായിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങൾക്കൊരു വല്ലാത്ത ബേർഡനായി മാറാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ഓൾ. താങ്ക് യു.